ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കേട്ടൊരു വാക്കാണ് പി ആർ. അനുമോളുടെ പി ആർ 16 ലക്ഷം കൊടുത്തു പി ആറിന് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിലെ മുൻപത്തെ സീസണിലെല്ലാം പി ആർ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു, എന്നാൽ അത് ആരാണ് എന്താണ് എന്നൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഈ സീസൺ 7 പി ആർ ആരാണ് എന്താണ് എന്ന് വ്യക്തമായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പി ആർ വിനു എന്ന വ്യക്തി. ജിഞ്ചർ മീഡിയയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട്, ഏതൊരു വ്യക്തിക്കും പി ആർ ഉണ്ട്, എന്നാൽ അത് ആര് പുറത്തു പറയാനും അത് പുറത്തു വരാനും ആഗ്രഹിക്കുന്നില്ല. പകരം അത് ഓർഗാനിക് ആയിട്ട് റീച്ചായിട്ട് കരുതാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ സീസണിൽ പി ആർ എന്തെന്നും അത് ആരാണ് ചെയ്യുന്നതെന്നും വിസിബിൾ ആയി. എന്നാൽ അത് അനുമോളുടേത് മാത്രമാണ് എന്ന രീതിയിലാണ് കൂടുതലായിട്ട് പുറത്തു വന്നത്. ഇവിടെ അനുമോൾക്കാണ് പി ആർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല വാർത്തകളും പുറത്തു വരുന്നത് തന്നെ. അനുമോൾക്ക് പി ആറിന്റെ ഒരു ആവശ്യവും ഇല്ല. അത്രയ്ക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ അനുമോൾ എന്ന് പറയുന്നത്. ഇവിടെ അനുമോളുടെ പി ആർ ആയിട്ട് നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ ഇവിടെ അനുമോൾക്ക് ഒരു പി ആറിന്റെ ആവശ്യമില്ല. കാരണം അത്രമാത്രം പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ഈ അനുമോൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ പി ആർ ആവശ്യമായി വരുന്നത് സമൂഹത്തിലധികം ആരും അറിയാത്തൊരു വ്യക്തി ഇത്തരം ഒരു പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് പി ആർ ആവശ്യമായിട്ട് വരും. എന്നാൽ അനുമോള് അങ്ങനെയുള്ള ഒരാളല്ല എന്ന് നമുക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യക്തി ഏത് തരം കണ്ടന്റ് എടുത്താലും അത് പുറത്തു വിടും, അത് ഉറപ്പാണ്. ഇവിടെ അനുമോൾ എന്നൊരു വ്യക്തി അവിടെ അത്യാവശ്യം നല്ലൊരു പേയ്മെന്റ് ഒക്കെ വാങ്ങിയിട്ട് തന്നെയായിരിക്കും ഈ ഒരു ഷോയിലേക്ക് പോയിട്ടുണ്ടാവുക. അവരെ അവിടത്തേക്ക് എടുക്കുന്നതും ഇത്രയും വലിയ തുക കൊടുക്കുന്നതും അവർ അതിനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്രയും കാശ് വാങ്ങി അവിടെ നിൽക്കുന്ന ഒരാളിന്റെ മാക്സിമം കണ്ടന്റ് അവർ പുറത്തു വിടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു പി ആർ ഇല്ലെങ്കിലും അനുമോൾ എന്ന കണ്ടസ്റ്റൻസ് ഇവിടെ വിജയിക്കും. അതുകൊണ്ട് തന്നെ ഒരു പി ആർ ഇല്ലെങ്കിൽ പോലും അനുമോളുടെ കണ്ടന്റ് പുറത്തു വരും. മാത്രമല്ല അനുമോൾക്ക് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ട്. അത് സ്റ്റാർ മാജിക്കിലൂടെയും പിന്നെ അനുമോൾ അഭിനയിച്ച ഒരു സീരിയൽ വഴിയുമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ്. അത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫാൻ ബേസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഷോയിൽ അനുമോൾ സർവൈവ് ചെയ്തിട്ട് ഇവിടം വരെ എത്തിയതും. ഇവിടെ പി ആറും മാത്രം കൊടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്രത്തോളം ഈ ഒരു ഷോയിൽ സർവൈവ് ചെയ്ത് നിൽക്കാൻ സാധിക്കത്തില്ല. ഇവിടെ അനുമോളുടെ പി ആർ തന്നെ പറയുന്നുണ്ട്, അതായത് അനുമോൾക്ക് ഒരു പി ആറിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇദ്ദേഹം അനുമോളുടെ വീട്ടുകാരെ പോലും അനുവദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ അവർ ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അനുമോളെ ഡിഗ്രേഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മളായിട്ട് അനുമോളുടെ വില കളയണ്ട എന്നൊരു കാരണമാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ ആരെന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശരി അനുമോള് തന്നെ കപ്പ് അടിക്കും, അത് ഉറപ്പായ കാര്യമാണ്. ഇതുവരെയുള്ള എല്ലാ സീസണിലും ജനങ്ങളുടെ സപ്പോർട്ട് നേടിയിട്ടുള്ളവർ തന്നെയാണ് കപ്പ് അടിച്ചിട്ടുള്ളതും. ഇവിടെ റീ എൻട്രി ആയിട്ട് കയറി വന്നവര് അക്ബറിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞിരുന്നല്ലോ, നിന്റെ ഫാമിലിയെ നമ്മുടെ അനുമോളുടെ ആർമിയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, നീ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണ് എന്നൊക്കെ. അങ്ങനെയൊക്കെ പറയുമ്പോഴും ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഇവരെ എൻകറേജ് ചെയ്യാനാണ് വന്നത് എന്ന് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട്. ആ സമയം മറുവശത്താണെങ്കിൽ അനുമോളെ മറ്റുള്ളവരിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ബിഗ് ബോസ് ഒന്നും മിണ്ടുന്നില്ല. അവിടെ എന്തോ അനുമോളെ ഇട്ടുകൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ഇപ്പോ അനുമോളുടെ പി ആർ ആയിട്ട് ഞാൻ അല്ലെങ്കിലും അതുപോലെ അനുമോൾക്ക് പി ആർ ഇല്ലെങ്കിൽ പോലും അനുമോൾ കപ്പടിക്കും. അതിൽ ഒരു സംശയവുമില്ല എന്ന് തന്നെയാണ് നമ്മുടെ അനുമോളുടെ പി ആർ വ്യക്തമാക്കിയിരിക്കുന്നത്.